ഇന്നത്തേത് ഞാനൊരു കേക്ക് ഉണ്ടാക്കിയ കഥയാണ്. നമുക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവില്ലേ, നമുക്ക് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള ആൾക്കാരുടെ സ്പെഷ്യൽ ഡേയ്സിന് അവർക്ക് സർപ്രൈസ് കൊടുക്കണമെന്ന്. അപ്പോൾ എനിക്ക് ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള ആളെ ബർത്ത്ഡേക്ക് ഞാൻ കേക്ക് ഉണ്ടാക്കിയൊരു കഥയാണിത്. എൻ്റെ എല്ലാ സ്പെഷ്യൽ ഡേയ്സിലും ഭയങ്കര എഫേർട്ട് എടുത്തിട്ട് തന്നെ ഷാൻ എന്നെ നല്ല രീതിയിൽ സർപ്രൈസ് ആക്കലുണ്ട്. അതുകൊണ്ട് തന്നെ ഷാൻ്റെ ബർത്ത്ഡേക്ക് ഉറപ്പായിട്ട് സർപ്രൈസ് കൊടുക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം നമ്മൾ റിയാദിലായതുകൊണ്ട് ഷാജാൻ്റെ കണ്ണ് വെട്ടിച്ചിട്ടൊരു സർപ്രൈസ് സെറ്റാക്കുക എന്നുള്ളത് ഒട്ടും പോസിബിളായിട്ടുള്ള കാര്യമല്ല. ഞാൻ വിചാരിച്ചു അന്ന് എന്തായാലും ഒരു കേക്ക് ഉണ്ടാക്കി കളയാമെന്ന് വിചാരിച്ചു. കാരണം കേക്ക് ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ കുറച്ച് മുമ്പ് വാങ്ങിയത് വീട്ടിലുണ്ടായിരുന്നു. അങ്ങനെ എന്നെക്കൊണ്ട് അറിയുന്ന പോലെ യൂട്യൂബൊക്കെ നോക്കിയിട്ട് ഞാനൊരു കേക്ക് അങ്ങനെ സെറ്റാക്കി. എൻ്റെ അടുത്ത് കേക്ക് ടിന്നൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ കുക്കറിൽ വെച്ചിട്ട് ഗ്യാസിലാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അടിഭാഗം കുറച്ച് അടി പിടിച്ചെങ്കിലും പക്ഷെ അടിപൊളിയായിട്ട് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് സെറ്റാക്കി എടുത്ത്. ഇത് ഞാൻ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു ഭാഗമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്രീം ഇങ്ങനെ വിപ്പ് ചെയ്യാനും അങ്ങനെ കേക്കിൽ ഡിസൈൻ ചെയ്യണ പരിപാടിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ക്രീമൊക്കെ സെറ്റായി. കേക്ക് ബോർഡിലേക്ക് ആരും നോക്കണ്ട, ഒക്കെ ഒരു അഡ്ജസ്റ്റ്മെൻ്റാണ്. അങ്ങനെ ഞാൻ ഒരു വിധത്തിൽ ക്രീമൊക്കെ തേച്ച് എനിക്കറിയുന്ന പോലെയൊക്കെ ഒരു ഷേപ്പിലൊക്കെ ആക്കിയെടുത്ത്. പിന്നെ ഇത് ഡിസൈൻ ചെയ്യാനാണെങ്കിലും എൻ്റെ അടുത്തൊന്നും തന്നെ ഇല്ല. അപ്പോൾ ഞാൻ എൻ്റെ അടുത്തൊരു റെഡ് പേപ്പർ ഉണ്ടായിരുന്നു, അതിങ്ങനെ ഹാർട്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് അതങ്ങനെ ആ കേക്കിലേക്ക് വെച്ച് കൊടുത്തു. പിന്നെ ഞങ്ങളുടെ ആനിവേഴ്സറീൻ്റെ ടോപ്പറിന്ന് ഹാപ്പി മാത്രം ഒടിച്ചിട്ട് അതും കൂടി ഒന്നൊരു ഭംഗിക്ക് അവിടെ വെച്ച് കൊടുത്തു. ഇതായിരുന്നു എൻ്റെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. കൊള്ളാലേ, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ കേക്ക് ഫ്രിഡ്ജിൽ ഷാജാൻ കാണാണ്ട് ഒളിപ്പിച്ച് വെച്ചൊക്കെയായിരുന്നു. അങ്ങനെ പിന്നെ ഷാജാൻ വന്ന് കുറച്ച് നേരം കഴിഞ്ഞ് ഞാൻ പതുക്കെ കേക്കായിട്ട് സർപ്രൈസ് കൊടുക്കാൻ പോവാണ്. ഇനി നമുക്ക് ഷാജാൻ്റെ റിയാക്ഷൻ നോക്കാം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കേക്കൊക്കെ ഓർഡർ ചെയ്ത് കൊടുക്കുമ്പോഴും കൂടി എനിക്ക് ഇത്ര സന്തോഷമൊന്നും കിട്ടിയിട്ടില്ല. ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ അടിപൊളിയായിട്ട് കേക്കൊക്കെ മുറിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ഫോളോ ചെയ്യണേ. ടാറ്റാ.